വെള്ളാപ്പള്ളി നടേശന് മുൻകൂർ ജാമ്യം അനുവദിച്ച് കോടതി നടത്തിയ പരാമർശത്തിനെതിരെ സുധീരന്റെ രൂക്ഷ വിമർശനം. ഹൈക്കോടതിയുടെ പരാമർശം അനുചിതവും അനവസരത്തിലുമുള്ളതായിരുന്നു. കോടതി അധികാരപരിധി ലംഘിക്കുന്നുവെന്നും സുധീരൻ. ഹൈക്കോടതി പരാമർശം കേസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും സുധീരൻ. വിവരങ്ങളുമായി ഇപ്പോൾ MR സജേഷ് ചേരുന്നു. സജേഷ്, ഇന്നലെ ഹൈക്കോടതി വെള്ളാപ്പള്ളിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞ പരാമർശങ്ങളാണോ സുധീരൻ വിമർശിച്ചത്? എന്തൊക്കെ കാര്യങ്ങൾ? തീർച്ചയായും കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ടാണ് ഹൈക്കോടതി പരാമർശങ്ങൾ നടത്തിയത്. സമുദായങ്ങൾ തമ്മിൽ ഉള്ള വലിയ പകയും വിദ്വേഷവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസംഗത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നു. ഈ സമയത്ത് കേസിന്റെ മെറിറ്റിലേക്ക് കടന്ന് ഹൈക്കോടതി നടത്തിയിട്ടുള്ള പ്രസ്താവന കേസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് VM സുധീരൻ പ്രസ്താവനയിൽ പറയുന്നത്. ഹൈക്കോടതി അധികാരപരിധി ലംഘിച്ചു. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നിർഭാഗ്യകരവും അനുചിതവുമാണെന്ന് KPC പ്രസിഡന്റ് പ്രസ്താവനയിൽ പറയുന്നു. ഇന്നലെ ഹൈക്കോടതി നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത് സർക്കാരിനെയാണ് വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചത്. വിവിധ സമുദായങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ ഉണ്ടാകുന്ന വിവേചനത്തെയാണ് വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചത്. അല്ലാതെ മതവിദ്വേഷം വരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമായി കാണാനാകില്ലെന്ന നിരീക്ഷണം ഹൈക്കോടതി നടത്തിയിരുന്നു. ഈ നിരീക്ഷണത്തിനെതിരെയാണ് KPC അധ്യക്ഷനായിട്ടുള്ള VM സുധീരൻ ഇപ്പോൾ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കരുതെന്ന് സുപ്രീം കോടതി ഉത്തരവ് പോലും നിലനിൽക്കുന്നു. അതുപോലും കണക്കിലെടുക്കാതെയാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പരാമർശങ്ങൾ. ഈ പരാമർശങ്ങൾ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് VM സുധീരൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അജിംഷാദ്, അതായത് കോടതി നടത്തിയ പരാമർശങ്ങളിൽ പ്രധാനപ്പെട്ടത് സജേഷ്, അതായത് സമുദായങ്ങൾ തമ്മിലുള്ള അസന്തുലിതാവസ്ഥയെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടുന്നതിലെ ധാർമ്മികമായ മൂല്യച്യുതി പരിശോധിക്കേണ്ട കാര്യം കോടതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതി ഈ വിഷയത്തിൽ മെറിറ്റിലേക്ക്, കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ കേസിൻ്റെ മൂല്യം കണക്കാക്കുന്ന വിഷയങ്ങളിലേക്ക് കടന്നത്. ഒരുപക്ഷെ സുധീരൻ ഇന്നുന്നയിച്ച ആക്ഷേപം ഇന്നലെ തന്നെ നിയമവിദഗ്ധർ പലരും ചൂണ്ടിക്കാട്ടിയത് കൂടിയാണ്. സജേഷ്, തീർച്ചയായും ഷാദ, ഇത്തരമൊരു അഭിപ്രായമാണ് KPC അധ്യക്ഷനും പ്രകടിപ്പിക്കുന്നത്. ഈ പരാമർശങ്ങൾ മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ KPC അധ്യക്ഷൻ ആലോചിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലത്തെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാകാത്തതാണ്, അനുചിതവും നിർഭാഗ്യകരവുമാണ്. ഹൈക്കോടതിയുടെ അധികാരപരിധി ലംഘിക്കുന്ന തരത്തിലാണ് ഈ പരാമർശങ്ങൾ വന്നത് എന്ന അഭിപ്രായമാണ് ഇപ്പോൾ VM സുധീരൻ പ്രകടിപ്പിക്കുന്നത്. കേസിൻ്റെ മെറിറ്റിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷ ആവശ്യപ്പെട്ടിട്ടുള്ള ഘട്ടത്തിൽ തന്നെ കടക്കുന്നു. അന്വേഷണ വിവരങ്ങൾ കോടതി വിളിച്ചു വരുത്തിയിട്ടില്ല. കേസ് ഡയറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിക്ക് മുമ്പിൽ എത്തിയിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ മാത്രം പരിഗണിക്കുമ്പോൾ കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്ന ഇത്തരമൊരു പരാമർശം എങ്ങനെ നടത്താമെന്ന ചോദ്യം VM സുധീരൻ ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അഭിപ്രായം നേരത്തെ പറഞ്ഞതാണ്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ ഈ പരാമർശം നീക്കിക്കിട്ടുന്നതിന് വേണ്ടി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ KPC അധ്യക്ഷൻ ആലോചിക്കുന്നുണ്ട്. സർക്കാരിനെയാണ് വിമർശിച്ചത്, മറിച്ച് മതവിദ്വേഷം വരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമായി വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തെ കാണാൻ കഴിയില്ല എന്നതായിരുന്നു ജസ്റ്റിസ് P ഭവദാസിന്റെ ഇന്നലത്തെ പരാമർശം. ആ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ VM സുധീരൻ രംഗത്ത് വന്നിട്ടുള്ളത്. അജിംഷാദ്, അതായത് സജേഷ്, ഭവദാസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ ഉത്തരവ് കേസിന്റെ തുടരന്വേഷണത്തെ സ്വാധീനിക്കാം, അതിനെ ബാധിച്ചേക്കാമെന്ന VM സുധീരൻ്റെ ആശങ്കയ്ക്ക് എത്ര കണ്ട് അടിത്തറയുണ്ട്? ഒരുപക്ഷെ മെറിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമല്ലേ കോടതി ചൂണ്ടിക്കാട്ടിയത്? നൗഷാദിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഇടപെടലിനിടെ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഒക്കെ വെള്ളാപ്പള്ളി നടേശൻ അതിൽ ധ്വനിയായി ഉൾപ്പെടുത്തുകയും അല്ലെങ്കിൽ ഒരുപക്ഷെ നൗഷാദിൻ്റെ പേരെടുത്ത് തന്നെ പറയുകയും അത് വർഗീയമായ പരാമർശമായി അല്ലെങ്കിൽ വർഗീയ വിദ്വേഷത്തിൻ്റെ രീതിയിലേക്ക് ആളിക്കത്തുകയും ചെയ്തൊരു സാഹചര്യം സർക്കാർ ഇത്തരത്തിൽ കേസെടുത്തത്. പക്ഷേ കേസ് എന്നത് തീർച്ചയായും വാക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള സാങ്കേതികത്വം മാത്രമാണ്. അതിനെ മറികടക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് സർക്കാർ കാട്ടേണ്ടത്. ഇത്തരം വിമർശനങ്ങളൊക്കെ സുധീരൻ്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കണമോ? സമഗ്രമായൊരു വിലയിരുത്തലിലേക്ക് പോയാൽ വെള്ളാപ്പള്ളി നടേശൻ, കോടതി, ഇന്നത്തെ VM സുധീരൻ്റെ വിമർശനം. അജിംഷാദ്, വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ VM സുധീരനും നിർണായകമായ പങ്കുണ്ട്. KPC അധ്യക്ഷൻ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ കത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഈ കേസെടുത്തത്. VM സുധീരൻ്റെ മൊഴിയും ഇന്നലെ അന്വേഷണ സംഘം KPC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ എത്തി എടുത്തിട്ടുണ്ട്. കേസിൻ്റെ പ്രാരംഭ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന പ്രസ്താവനയാണ്
VM സുധീരൻ ഇപ്പോൾ നടത്തുന്നത്. അത് ഹൈക്കോടതി അധികാരപരിധി ലംഘിച്ചുകൊണ്ട് നടത്തിയതാണ്. ഇതിൻ്റെ നിയമപരമായി തന്നെ ഈ പരാമർശം മാറ്റിക്കിട്ടുന്നുള്ള മാർഗങ്ങളും KPC അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുന്നുണ്ടെന്ന സൂചനകളാണ് വരുന്നത്. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ VM സുധീരൻ ആലോചിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രസ്താവനയായി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടൊരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുള്ളത്. ആ പ്രസ്താവനയിൽ പറയുന്നത് ഹൈക്കോടതി അധികാരപരിധി ലംഘിച്ചു, നിർഭാഗ്യകരവും അനുചിതവുമായ പരാമർശങ്ങളാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സർക്കാരിനെയാണ് വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചത്, മറിച്ച് മതവിദ്വേഷം വരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയല്ല വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് വന്നതെന്ന സൂചന ഉള്ള തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനെതിരെയാണ് ഇപ്പോൾ VM സുധീരൻ രംഗത്ത് വന്നിട്ടുള്ളത്. വിവിധ സമുദായങ്ങൾക്ക് ആനുകൂല്യം അനുവദിക്കുമ്പോൾ അതിൽ വരുന്ന വിവേചനം മാത്രമാണ് ആ പ്രസംഗത്തിലുണ്ടായത്, സർക്കാരിനെതിരെയുള്ള വിമർശനമാണെന്നാണ് കോടതി ഇന്നലെ പരാമർശിച്ചത്. ഈ പരാമർശത്തിനെതിരെയാണ് VM സുധീരൻ രംഗത്ത് വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ പൊതുസമൂഹം വലിയ തോതിൽ വിമർശിച്ചിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. കോഴിക്കോട് മാൻഹോളിൽ 2 ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട നൌഷാദിൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് നൌഷാദിന് സഹായധനം നൽകിയ നടപടിയെ വിമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടത്തിയ ആലുവയിലെ പ്രസംഗം വലിയ തോതിൽ വിമർശന വിധേയമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹം ഒന്നാകെ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു. ഇന്നലെ വെള്ളാപ്പള്ളി നടേശന് മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതിയുടെ മുമ്പിലെത്തിയത്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കേസിൻ്റെ മെറിറ്റിലേക്ക് കോടതി കടന്നുവന്ന വിമർശനമാണ് KPC അധ്യക്ഷൻ ഉന്നയിക്കുന്നത്. സുപ്രീം കോടതി വിധികൾ അനുസരിച്ച് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കാൻ പാടില്ല എന്ന വിധികളുണ്ട്. ആ വിധിയും സുധീരൻ്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയിൽ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഹൈക്കോടതി കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് സുധീരൻ്റെ പ്രസ്താവന. അജിം ഷാ, അതായത് തീർച്ചയായും കാളീശ്വരൻ രാജ്, അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സജേഷ്, ദയവായി തുടരുക. ശ്രീ കാളീശ്വരൻ രാജ്, ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ വിധികളടക്കം ഇത്തരത്തിൽ പരാമർശമായി ഉണ്ടോ? അതായത് മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഒരു ഘട്ടത്തിൽ ഒരിക്കലും ഇത്തരത്തിൽ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുന്ന രീതിയിൽ കോടതി പരാമർശം നടത്താൻ പാടില്ല, ഇവിടെ കേസിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് കോടതി ഇടപെട്ടു എന്നുള്ള VM സുധീരൻ്റെ വിമർശനത്തോട് ശ്രീ കാളീശ്വരൻ രാജ്, തീർച്ചയായും കാളീശ്വരൻ രാജിലേക്ക് എത്താനാകുന്നില്ല ഇപ്പോൾ ചില സാങ്കേതിക തകരാറുകൾ. സജേഷിലേക്ക് തന്നെ വന്നാൽ, സജേഷ്, അതായത് VM സുധീരൻ, അതായത് ആസിഫ് അലി പ്രതിരോധിച്ചത് ഇങ്ങനെയാണ്, ഒരുപക്ഷെ ആരും പ്രതിയുടെ സ്വാധീനവും പ്രതിയുടെ പണവും മുന്നിൽ നിർത്തിക്കൊണ്ട് ആരും പ്രതിക്കെതിരെ, അതായത് വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്ത് വരാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് KPCC പ്രസിഡന്റ് ഇത്തരത്തിൽ രംഗത്ത് വന്നത്. ഇവിടെ സാമുദായികമായ അസന്തുലിത അല്ലെങ്കിൽ സമുദായങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യവുമായി ബന്ധപ്പെട്ട്, ഭരണകൂടം നൽകുന്ന ആനുകൂല്യവുമായി ബന്ധപ്പെട്ട വിമർശനം എന്ന സാങ്കേതികത്വത്തിലേക്ക് മാത്രം കോടതി ചുരുങ്ങിയത് ഒരു പക്ഷേ സുധീരൻ്റെ വിമർശനം പ്രകാരം അപക്വമായി നിരീക്ഷിക്കാമോ? തീർച്ചയായും ഷാദ, ഇക്കാര്യത്തിൽ 2 കാര്യങ്ങൾ എടുത്തു പറയേണ്ടി വരും. സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടിയിലും KPC അധ്യക്ഷനൊപ്പമുള്ളവർക്ക് അതൃപ്തിയുണ്ട്. കേസ് എടുക്കുകയും എന്നാൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായ രീതിയിൽ സർക്കാർ. സജേഷ്, ദയവായി തുടരുക. ഇപ്പോൾ കാളീശ്വരം രാജ്, അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്രീ കാളീശ്വരം രാജ്, അതായത് സുപ്രീം കോടതിയുടെ വിധികളടക്കം കീഴ്വഴക്കങ്ങളായി മുൻകൂട്ടി ഉണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകാവുന്ന തരത്തിൽ, ഒരുപക്ഷെ അന്വേഷണത്തെ തന്നെ ബാധിക്കാവുന്ന തരത്തിൽ ഒരു വിധി അല്ലെങ്കിൽ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുണ്ടാകരുത്, അത് അപക്വമായി പോയി എന്നാണ് VM സുധീരൻ്റെ വിമർശനം. എത്രത്തോളം കാമ്പുണ്ട് നിയമപരിപ്രേക്ഷ്യത്തിൽ? ശ്രീ സുധീരന്റെ വിമർശനം നിയമപരമായി ശരിയാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഒരു മുൻകൂർ ജാമ്യ ഹർജിയുടെ ഘട്ടത്തിലാകട്ടെ പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ധ്വനിപ്പിക്കുന്ന പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ അത് വാക്കാലുള്ള പരാമർശമാണെങ്കിൽ പോലും അത് ഒട്ടേറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇവിടെ ഈ പ്രത്യേക കേസിലാകട്ടെ മുൻകൂർ ജാമ്യ ഹർജിയാണ് ഫയൽ ചെയ്യപ്പെട്ടത് എന്നത് എല്ലാവർക്കും അറിയാം. ഇവിടെ അന്വേഷണം അതിന്റെ ശൈശവ ദിശയിൽ പോലും ആയിട്ടില്ല. പലരുടെയും മൊഴികൾ ഇനി ശേഖരിക്കാനിരിക്കുന്നതേയുള്ളൂ. മാത്രവുമല്ല, മതസ്പർദ്ധ വളർത്തുന്നതുമായിട്ടുള്ള ഒരു കുറ്റാരോപണത്തിന്റെ കാര്യത്തിൽ മറ്റു സാധാരണ കുറ്റകൃത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ ആഴത്തിലും
പരപ്പിലുമുള്ള തെളിവുകളും മൊഴികളും വസ്തുതകളും പരിശോധിക്കേണ്ടതായി വന്നേക്കാം. ഉദാഹരണത്തിന് ഏത് സാഹചര്യത്തിൽ പ്രസംഗിച്ചു, ഏത് നോട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രസംഗിച്ചു, അത് മുന്നൊരുക്കത്തോടു കൂടി ഉള്ളതായിരുന്നോ, അതിന്റെ ഭൗതിക സാഹചര്യം എന്തായിരുന്നു, അത് ഏത് തരത്തിലുള്ള സദസ്സിനെ അഡ്രസ് ചെയ്യുന്ന വിധത്തിലായിരുന്നു, അവരുടെ മനസ്സിൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമുള്ള വകുപ്പുകളാണ് ഈ കാര്യത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ വസ്തുനിഷ്ഠമായ സ്വതന്ത്രമായ ഒരു അന്വേഷണം പരിസമാപ്തിയിൽ എത്തുന്നതിന് മുമ്പ് സംസ്ഥാനത്തെ ഉന്നത കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള തെളിവുകളോ മൊഴികളോ മറ്റു കാര്യങ്ങളോ ഒന്നും പരിശോധിക്കാതെ കേവലം ജാമ്യ ഹർജിയിലെ വാദങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം നടത്തിയത് തികച്ചും അനുചിതമായി പോയി. മാത്രവുമല്ല, അതൊരു തെറ്റായ കീഴ്വഴക്കമായിരിക്കും സൃഷ്ടിക്കുക. അത് ഹൈക്കോടതി തീർച്ചയായും ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും അത് വളരെ കൺവിൻസിംഗ് ആണ് താങ്കളുടെ വാദങ്ങൾ. പക്ഷേ ശ്രീ കളീശ്വരം രാജ് മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഇതാണ്: വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് സംസാരിക്കാനാകൂ. മേശപ്പുറത്തെത്തുന്ന തെളിവുകളുടെ അല്ലെങ്കിൽ ആ സമയത്ത് ലഭിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം. അങ്ങനെ ഒരു സാങ്കേതികത്വമാണ് നമ്മുടെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഒരുപക്ഷെ നൗഷാദ് ജീവൻ രക്ഷിക്കുന്നതിനിടെ നൗഷാദ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാമർശമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയതെങ്കിൽ പോലും ഒരുപക്ഷെ വാക്കാൽ സാങ്കേതിക അർത്ഥത്തിൽ അതിനെ നിയമത്തിൻ്റെ കണ്ണിലൂടെ ഇങ്ങനെയല്ലേ കാണാനാകൂ. സമുദായങ്ങൾക്ക് ഭരണകൂടം നൽകുന്ന ആനുകൂല്യങ്ങളുടെ കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെന്ന്. പക്ഷേ അവിടെ എങ്ങനെ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നു എന്ന് പറയാനാകും? ഈ ഘട്ടത്തിൽ നമുക്ക് ചർച്ച വിശാലമായ അർത്ഥത്തിൽ കൂടി നീങ്ങിയാൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ചില നടപടികളുടെ ശരിതെറ്റുകളെ കുറിച്ച് മാത്രമുള്ള പരാമർശങ്ങളാണെന്ന് ഒരു ജാമ്യ ഹർജിയുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിക്ക് പറയാൻ പാടില്ലാത്തതാണ്, ഹൈക്കോടതിക്ക് പറയാൻ സാധിക്കാത്തതാണ്. കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ശ്രീ വെള്ളാപ്പള്ളിക്കെതിരെ ഫയൽ തയ്യാറാക്കിയിരിക്കുന്ന ഇല്ലെങ്കിൽ ഇന്ന് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ FIR-നെയോ തീർച്ചയായും കളീശ്വരം രാജ് ആണ് സംസാരിച്ചു വന്നത്.